ഫാസ്ടാഗിൽ പണമില്ലാത്തതിനാൽ എന്ന് പറഞ്ഞ് NH-66 നിന്ന് വൺവേ തെറ്റിച്ച് തിരിഞ്ഞോടി KSRTC ബസ്. ജൂൺ 4 തീയതി 3 മണിയോടെയാണ് സംഭവം. കോഴിക്കോട് നിന്ന് രാമനാട്ടുകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടകരമായ രീതിയിൽ NH-ൽ വാഹനം ഓടിച്ചത്. ആദ്യം ആ ദൃശ്യങ്ങൾ. ബെൻസൺ ബാബു അവിടെ നിന്ന് വിവരങ്ങളുമായിട്ട് ചേർന്നു. ബെൻസൺ, ഇത് അസാധാരണമാം വിധം വിചിത്രമായിരിക്കുന്നല്ലോ. ഇത് ഏറ്റവും മോശം ഒരു ഡ്രൈവർക്ക് മാത്രം ചെയ്യാനാകുന്നൊരു കാര്യം KSRTC പോലൊരു പൊതുഗതാഗത സംവിധാനത്തിനകത്തെ ഡ്രൈവർ ചെയ്തു എന്നതാണ്. ആരായിരുന്നു ഈ ഡ്രൈവർ? എപ്പോഴാണ് ഈ സംഭവം? എന്താണ് അയാളുടെ ന്യായവാദം? സനീഷ്, കഴിഞ്ഞ 4 തീയതി വൈകിട്ട് 3 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. കോഴിക്കോട് നിന്നും രാമനാട്ടുകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സാണ് ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള രീതിയിൽ NH-ലൂടെ വാഹനം ഓടിച്ചിട്ടുള്ളത്. തൊണ്ടയാട് നിന്നും ദേശീയപാത ബൈപ്പാസിലേക്ക് കയറിയ ബസ് ടോൾ പ്ലാസ എത്തിയപ്പോൾ ഫാസ്ടാഗിൽ ആവശ്യത്തിന് ബാലൻസ് ഇല്ല എന്നവർക്ക് വ്യക്തമായി. അതിനെ തുടർന്ന് അവിടെ വെച്ച് ബസ് തിരികെ പോരുകയായിരുന്നു. മധ്യത്തിലൂടെയുള്ള സ്പീഡ് ട്രാക്കിലൂടെയാണ് ആ ബസ് 3 കിലോമീറ്ററോളം തിരിഞ്ഞോടുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ്, CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തുടർന്ന് ഈ മറ്റ് വാഹനങ്ങളിലുള്ള, അതായത് എതിരെ വരുന്ന മറ്റ് വാഹനങ്ങളിലുള്ള ആളുകൾ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്നാണ് ഈ ബസ് സ്ലോ ട്രാക്കിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന്റെ പ്രധാന കാരണമായി ഇവർ പറയുന്നത് ഫാസ്ടാഗിൽ പണമില്ലായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ മറ്റൊരു കാരണം, ഈ ഫാസ്ടാഗിൽ പണമില്ലാത്തത് കൊണ്ട് ഈ ടോൾ ഗേറ്റിൽ എത്തുമ്പോൾ ഡ്രൈവർ UPA വഴി അയാളുടെ കയ്യിലുള്ള പണം നൽകിയാൽ ആ പണം ആ ഡ്രൈവർക്ക് തിരികെ കിട്ടാനുള്ള ഒരു സംവിധാനം ഇതിലില്ല, അല്ലെങ്കിൽ തിരികെ ലഭിക്കില്ല, KSRTC-യിൽ നിന്ന് തിരികെ ലഭിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തെറ്റായ ദിശയിലൂടെ വണ്ടി ഓടിക്കാൻ കാരണം എന്നുള്ളതാണ് ഈ ഡ്രൈവറുടെ ഒരു വാദം. അതായത് KSRTC ബസ്സിന് ഒരു വർഷത്തേക്ക് 445 രൂപയാണ് ഫാസ്ടാഗിൽ ഈടാക്കുന്നത്. അത് UPA വഴിയാണ് അയക്കുന്നതെങ്കിൽ 556 രൂപ 25 പൈസയാണ് നൽകേണ്ടി വരിക. അപ്പോൾ ഈ 556 രൂപ 25 പൈസ ഈ ഡ്രൈവർ കയ്യിൽ നിന്ന് നൽകിയാൽ അത് അയാൾക്ക് തിരികെ ലഭിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ അപകടമായിട്ടുള്ള രീതിയിൽ വാഹനം ഓടിച്ചത്. നമുക്ക് അന്ന് ഈ വാഹനം ഓടിച്ച് അന്ന് അത് വലിയ ഗതാഗത കുരുക്കുണ്ടാക്കുകയും നിരവധി ആളുകൾ, അതായത് പെട്ടെന്ന് നമ്മൾ വൺവേയിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ എതിരെ ഒരു ബസ് വരുമ്പോൾ ഈ വാഹനം ഓടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഭീതി ഉണ്ടാകുന്ന കാര്യമാണ്. അത്തരത്തിൽ ആളുകൾ പേടിച്ചത് കൊണ്ടാണ് അന്ന് ഈ ബസ് നിർത്തുകയും പിന്നെ സമീപത്തെ മാറ്റിയിടാൻ പറയുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ അപകടം ഉണ്ടാവാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു. അത് മറ്റെന്തോ ഭാഗ്യങ്ങൾ കൊണ്ട് മാത്രം അതൊരു അപകടത്തിലേക്ക് പോയില്ല. 556 രൂപ 25 പൈസയ്ക്ക് വേണ്ടി ജീവൻ പണയം വെച്ചുള്ളൊരു, അല്ലെങ്കിൽ നാട്ടുകാരുടെ ജീവൻ വരെ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഈ ഡ്രൈവർ ചെയ്തത്. അതിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്ന് ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു സനീഷ്.